ഒന്നും അതെ മൂസാക്ക അവിടെ മീൻ വിൽക്കാൻ പറ്റില്ല. അല്ല മീൻ വിൽക്കാൻ എന്താ അറിയോ പ്രശ്നം വെച്ചാല് കഴിഞ്ഞ ദിവസങ്ങൾ തന്ന മത്തി ഉണ്ടല്ലോ അത് ചീഞ്ഞാന്ന് എന്റെ മീൻ നന്നാവൂല. ചില ദിവസമൊക്കെ മീൻ കേടായി പോകും. മൂസാക്ക എന്ത് പറഞ്ഞാൽ ഇവിടെ പഴയുടെ മോഹൻ നമ്പൂരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് പച്ചക്കറി അരിഞ്ഞിട്ട് ഇവിടെ കുട്ടികൾക്ക് മര്യാദക്ക് കൊടുത്തോണ്ടിരിക്കും. പാലക്കാടിൽ ആരും മീൻ കൂട്ടല്ലേ? ഇവിടെ മൂസാക്കാന്റെ മീൻ ഇപ്പൊ വേണ്ട. അല്ല ഇവിടെ എന്താ പരിപാടി? കുട്ടികളെ കുറച്ച് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാണാലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മൂസാക്ക. കണ്ടൂടെ നിങ്ങൾ അതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും? ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നിങ്ങൾ മര്യാദക്ക് നിന്ന് കാണുകയാണെങ്കിൽ പരിപാടി എന്ന് പറഞ്ഞ അപ്പൊ നമ്മുടെ അടുത്തുള്ളത് ഇപ്പൊ രണ്ടാമത്തെ വേദിയിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. രണ്ടാമത്തെ വേദിയിൽ എന്ത് പരിപാടിയാണ് അത് ഞാൻ പറഞ്ഞുതരാം. മൂസക്ക പറഞ്ഞ എന്താ കാണാൻ പറ്റാ? ഇവിടെ കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ ഒരു പാട്ടുണ്ട്, കേക്കട്ടെ, ബാൻഡൊക്കെ വെച്ചിട്ട് മാപ്പിള പാട്ടാ. ഇതാണ് മൂസാക്ക ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പാട്ടൊന്നും ആയിക്കോട്ടെ. ഏതായാലും സംഗീതല്ലേ? റെഡി അല്ലേ നമ്മുടെ മക്കള്? വരാണോ? നമുക്കൊരു പരിചയപ്പെട്ടോ. എന്താ ബാൻഡ് ഗ്രൂപ്പിന്റെ പേര്? ബാൻഡ് പേര് NH47 റോഡിന്റെ പേരാ. ഈ ബാൻഡ് സംഘത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യുവജനോത്സവങ്ങളിൽ മികച്ച മത്സരം കാഴ്ചവെച്ച ആളുകളാണ്. യുവജനോത്സവ വേദികളിൽ നിന്ന് ആളുകൾ പിന്നീട് അപ്രത്യക്ഷമാകുന്നു എന്ന തർക്കം വരാറുണ്ട്. പക്ഷേ ഇവർ അതിന് അപവാദമാണ്. യുവജനോത്സവ വേദി വിട്ടുകഴിഞ്ഞ് സ്വന്തമായി ബാൻഡ് ട്രൂപ്പ് രൂപീകരിച്ച് സംഘടിപ്പിക്കുന്ന ആളുകളാണ്. പേരെന്താണ്? അശ്വിൻ. യെസ്. എന്നാൽ ആദ്യത്തെ പെർഫോമൻസ് തുടങ്ങാം. ഞങ്ങളുടെ ഫസ്റ്റ് സോങ് ഞങ്ങൾ തന്നെ കമ്പോസ് ചെയ്ത സോങ് ആണ് ദ കർമ്മ എന്നുള്ള സോങ്. നീളുമീ വീതിയിൽ ഇന്നു നാം നിൽക്കവേ, ജീവിതം യാത്ര പോൽ നമ്മൾ തുടരവേ, വാനിലെ താരകം ലക്ഷ്യമായി നീങ്ങവേ, പാതയിൽ ദീപമോ ഇരുൾ നീക്കവേ, കനൽ വീതിയിലൂടെ പ്രാണനാം രഥം പോകവേ, ചുടുകാറ്റിലും എൻ മനം പതറാതെ നിൽക്കവേ, ഈ വീതിയിൽ നിന്നു നാം ലക്ഷ്യം തേടവേ, കർമ്മണ്യേവാധികാരസ്യ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി, കർമ്മണ്യേവാധികാരസ്യ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. ശ്വേതമേഘമോ നിൻ വഴിയിൽ തണലേകവേ, ഈ വഴിയിൽ നിന്റെ ഭാരവും പൂവിതൾ പോ ലോലമാകവേ, ജീവൻ തുളുമ്പും ലോകമെന്നും നിന്നിൽ നിറയ്ക്കും സൗരഭം, ആ ദീപം പടർന്നും ശോഭയെന്നും നിന്നിൽ നിറയ്ക്കും നന്മകൾ, ഈ ലോകം കൂട്ടാകും നിൻ പാതയിൽ എന്നും. You got away, maybe right on.
ചുടുകാറ്റിലും എൻ മനം പതറാതെ നിൽക്കവേ ഈ വീതിയിൽ നിന്നു നാം ലക്ഷ്യം തേടവേ കർമ്മണ്യേവാധികാരസ്തെ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതുർഭൂ മാ തേ സംഗോ സ്വകർമ്മണി കർമ്മണ്യേവാധികാരസ്തെ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതുർഭൂ മാ തേ സംഗോ സ്വകർമ്മണി കർമ്മണ്യേവാധികാരസ്തെ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതുർഭൂ മാ തേ സംഗോ സ്വകർമ്മണി. അടിപൊളി സാറായിക്കണത് അല്ലേ? ഇഷ്ടപ്പെട്ട് അതാ ഞാൻ പറഞ്ഞത്. അതെ നമ്മൾ വിചാരിച്ചത് ബെസ്റ്റ് ആണെന്ന് പാടിയ മലയാള പിന്നെ മൈക്കൊന്ന് തരുമോ? നമുക്ക് ഇനി ഒരു പരിപാടി ഇനി അത് അടുത്തതാ മലയാളത്തിന്റെ ആ. കേരള നടൻ എന്ന് പറയും. കേരള നടനോ? അതിനെ പറ്റില്ല. അങ്ങനെ നടനുണ്ട്. എന്നാ പിന്നെ കോഴിക്കോട് നടനായിക്കോട്ടെ. കോഴിക്കോട് നടനല്ല, കേരള നടൻ പറഞ്ഞ സാധനം തൽക്കാലം മൂസാക്ക അതുകൊണ്ടൊന്നും ആയിക്കോട്ടെ. കേരളം നമ്മളെ നാടല്ല. പോയി പരിചയപ്പെടാം. പരിചയപ്പെടാ. ആരാ കളിക്കണത്? അത് കുട്ടികളാ വരാണോ? ഇയാളാ, ഇയാളാ. ഇതാ കേരള നടൻ. എന്താ പേര്? ആഷ്ബിൻ അനിൽ. ഒരു സെക്കൻഡ് പ്ലീസ്. പേരെന്താ പേര്? ആഷ്ബിൻ അനിൽ. ഏതാണ് സ്കൂള്? പഠിക്കുന്നത്? ASM ആലത്തൂർ. ആലത്തൂര്. ആ എന്നാ പറയല്ലേ, പ്രൊഡ്യൂസർ പാട്ട് വെച്ചാൽ നമുക്ക് ഡാൻസ് തുടങ്ങാം. അവിടുന്ന് ഒരു പാട്ട് വരാണ്ട് മൂസാക്ക. ആയിക്കോട്ടെ. ആ പാട്ടാണ് പറഞ്ഞാൽ മൂപ്പരങ്ങോട്ട് തുടങ്ങും. മൂപ്പര് കാണിക്കും. ആയിക്കോട്ടെ, അത് കാണാം. പ്ലീസ്, ആ കുട്ടിക്ക് പാട്ട് കേൾക്കണം, എന്നാലേ കളിക്കാൻ പറ്റൂ. ഒന്ന് സഹകരിക്കാം. சொல்லோக கங்கே புண்ணிய பிரவாகினி ஸ்நேகார்ദ്ര മാനസേ പാപ വിനാശിനി സാന്ത്വനമാകേണം ಎಲ್ಲ ಶಾಂತ ಚಿತ್ತತ್ತಿನೂ ಸಿದ್ಧೌಷಧೌ എടുക്കട്ടെ. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. Congratulations. ഏത് പ്രൈസാണ് കിട്ടിയത്? എങ്ങനെയായിട്ടുണ്ട്? ആ. ഉസാറായി കളിച്ചിരിക്കുന്നത്. ഇതിന് കോഴിക്കോട് നടന്നെന്ന് പേരായിക്കൂടെ? ആക്കാൻ പറ്റും. അങ്ങനെ കേരള നടന്ന് കോഴിക്കോട് നടന്നെന്ന് പേരാക്കാൻ പറ്റുമോ? പറ്റൂലല്ലേ? എന്നാ പിന്നെ ഓനായിക്കോട്ടെ. ഇനി അത് അടുത്തേതാ? കുറച്ച് കുട്ടികള്, കുറച്ച് പെൺകുട്ടികള് ഇവിടെ കുറെ നേരമായിട്ട് മദ്ദളം പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് ചെണ്ട, ഇത് ഇലത്താളം, ഇത് മദ്ദളം. കേരള നടനം, അല്ല സോറി മദ്ദളം, കേളി. ക്ഷമിക്കാം, ഭയങ്കര ബഹളം കൊണ്ടാണ്. ഏത് സ്കൂളാണ്?
പാടിക്കോളാം മറ്റോ സംഘഗാനമാണ് ഇനി. സംഘഗാനത്തിനായി നമ്മോടൊപ്പം കുറച്ച് യുവ കലാകാരന്മാർ കാത്തു നിൽക്കുന്നു. അവരിലേക്ക് പോകാം. സംഘഗാനമാണ് മുസക്ക. എല്ലാരും കൂടി പാടുന്നത്. എല്ലാരും കൂടി പാടും. ഒറ്റയ്ക്ക് പാടാൻ പറ്റുമോ? ഒരേ കുപ്പായിട്ടിട്ടാണ് വരാനല്ലേ? നന്നായി, നല്ല കുപ്പായ സാറേ. കുപ്പായ നന്നായി. എല്ലാരും കൂടി പാടാം. ഇത് പച്ചയായ നല്ല രസം ഉണ്ടാവേ. ഏത് സ്കൂളിനാ? പനങ്ങോട്. നന്നായി പാടണം കേട്ടോ. നന്നായി പാടിക്കോളേ. ഒരു പാട്ട് പാടിക്കോ. ഇതളിടും കരളിലെ പാട്ടാൽ കരളമീ പുലരിതൻ നടനം സുഹൃതമേ പിറവിതൻ ലയനം ജീവലയാസുരമൊരു മധുമയായി മകനമായി പോവലൊരു നനു നനേ കുളിരിടും തെന്നൽ ഇതളിടും കരളിലെ പാട്ടാൽ കരളമീ പുലരിതൻ നടനം സുഹൃതമീ പിറവിതൻ ലയനം ജീവലയ സുലഭ നിമിഷം കാലമൊരു മധുമയായി മകനമായി കോവിലൊരു തേങ്കിളി അണയുകയായി കളി പറയാ. വളരെ മനോഹരമായ പെർഫോമൻസ്. ഇവിടുത്തെ ബഹളം കാരണം ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഈ കണ്ട ബഹളത്തിനുള്ള ഒരു പാഠം ശ്രുതി പോവും. അതെ മക്കളെ, ശ്രുതി പോയി പോവും. അതാണ് എനിക്കറിയാം. അതെന്താ സംഭവം? ശ്രുതി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി ഒരു ബാൻഡ് പരിപാടിയുണ്ട്. നമ്മൾ മറ്റേ കുട്ടികളില്ലേ നേരത്തെ മുട്ടട്ടെ. പാടിക്കോളെ. അടുത്ത പാട്ട് പാടിക്കോളെ. തുടങ്ങാം. അപ്പൊ എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്? അടുത്ത എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി പാട്ട്. അടിപൊളി പാട്ടാണ്. ഒച്ചപ്പാടുണ്ടാക്കരുത് ആരും. ഒരു മധുരക്കിനാവില്ലരിയിലെങ്ങോ കുടമുല്ല പൂ വിരിഞ്ഞു
അതിലായിരം ആശകളാൽ ഒരു പൊൻപലനെയും തേൻ പണ്ടു ഞാൻ അലരേ തേൻ പണ്ടു ഞാൻ ഒരു മധുരക്കിനാവില്ലരിലെങ്ങും ഗുണമുള്ള പൂവിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻപലനെയും തേൻ പണ്ടു ഞാൻ അലരേ തേൻ പണ്ടു ഞാൻ ഒരു മധുരക്കിനാവില്ലരിലെങ്ങും ഗുണമുള്ള പൂവിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻപലനെയും തേൻ പണ്ടു ഞാൻ അലരേ തേൻ പണ്ടു ഞാൻ ഒരു മധുരക്കിനാവില്ലരിലെങ്ങും ഗുണമുള്ള പൂവിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻപലനെയും തേൻ പണ്ടു ഞാൻ അലരേ തേൻ പണ്ടു ഞാൻ പ്രൊഡ്യൂസർ നമുക്ക് സമയം അനുവദിക്കുകയാണെങ്കിൽ ഒരു പാട്ടിലേക്ക് കൂടി പോകാം. യെസ്, ഒരു പാട്ട് കൂടെ ഇന്നൊരു പാടിക്കോ. പാലക്കാട് പെട്ടെന്ന് റെഡിയാവും. പാലക്കാട് ഞാനോ അല്ലോ ഒരു மாலை இளவெயில் நேரம் அழகான இளையுதிர் காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் தானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவள் தானே அவள் அள்ளிவிட்ட பொய்கள் நடுநடுவே கொஞ்சம் மெய்கள் இதழோரம் சிற்போடு அவள் நின்று பேசும் ஒரு தருணம் என் வாழ்வில் சக்கர நிமிடம் இருக்கும் விசையை அவளிடம் கண்டேன் ஒரு மாலை இளவெயில் நேரம் அழகான இளையுதிர் காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவள் நானே நான்கு தினங்களில் நடையுடை பாவனை மாற்றிவிட்டார் சாலை முறைகளில் துரித உணவுகள் வாங்கி ஒன்று வாடிக்கை காட்டிவிட்டார் உச்சம் கொண்ட தென்றலாய் இவனாயுள் மீது விண்ணலா മൂസാക്കാന്റെ പാട്ട് മൂസാക്കാന്റെ പാട്ട് അമ്മായിന്റെ മോളെ ഞാൻ നിക്കാഹി കഴിച്ചിട്ടാകെ കുഴപ്പത്തിലായി ഓളെ കാലത്തെ എണിക്കൂല മുറ്റമടിക്കൂല വെള്ളം കൂടെ തേക്കൂലാത് അമ്മായിയുടെ മോളെ ഞാൻ നിക്കാഹി കഴിച്ചിട്ടാകെ കുഴപ്പത്തിലായി ഓളെ കാലത്തെ എണിക്കൂല മുറ്റമടിക്കൂല വെള്ളം കൂടെ തേക്കൂലാത് മുറ്റമടിക്കാനായി ചൂലെടുത്താൽ നടന്നോണ്ടുറങ്ങും സൈതാൻ മുറ്റമടിക്കുവാൻ ചൂലെടുത്താൽ നടന്നോണ്ടുറങ്ങും സൈതാൻ കല്ലാനും പാടില്ല കൊല്ലാനും പാടില്ല സമാന്റെ മോളായി പോയി അമ്മായിയുടെ മോളെ ഞാനിക്കാകെ കളിച്ചിട്ടാകെ കുഴപ്പത്തിലായി ഒളെ കാലത്തെ എനിക്കൂൽ മുറ്റമടിക്കൂല പല്ലും കൂടെ തെക്കൂലാതെ
അല്ലല്ല കഴിച്ചിട്ട് കുടുക്കി പോയതാ നമ്മളെ പാത്തൂനെ കെട്ടിട്ടേ അങ്ങനെ ആയി പോയതാ അമ്മയുടെ മോളെ. അപ്പോ നമുക്ക് സമയം ഏതാണ്ട് പ്രൊഡ്യൂസർ ഏൽപ്പിച്ച സമയം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ചോദിച്ചു നോക്കാം. മൂസാക്കൊന്ന് ചോദിച്ചു നോക്ക്. സമയം കഴിഞ്ഞോ മൂസാക്ക ചോദിക്കണോ? ഷാക്കിറെ സമയം കഴിഞ്ഞോ എന്ന് മൂസാക്ക ചോദിക്കണോ? അപ്പോ മൂസാക്ക സമയം കഴിഞ്ഞു എന്നാണ് നമ്മുടെ വലിയ ആൾക്കാരൊക്കെ പറയണേ. നമ്മുടെ മുകളിലുള്ള ആൾക്കാര് പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പാലക്കാട് കൊണ്ടുപോകുമോ? ഏതായാലും വളരെയധികം നന്ദി ശ്രീ വിനോദ് കോവൂർ, ഒപ്പം ഈ കലാകാരന്മാർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രേക്ഷകരും സഹകരിച്ച പ്രേക്ഷകരോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. തിരുനോട്ടത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും 9 മണിക്ക് കാണാം. നമസ്കാരം.